guys. Hi guys. Welcome to another episode of INA Vlogs. This is Ilu here. This is Rico with you. So നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഹോം ഗാർഡനിങ് ആണ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ എൻ്റെ വീട്ടിൽ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. സോ അതിന് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് മേടിക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് നഴ്സറി പോകുന്നത്. സോ നമുക്ക് ആ നഴ്സറി പോയിട്ട് എന്തൊക്കെ പ്ലാന്റ്സ് ഉണ്ടെന്ന് നമുക്ക് പോയി കാണാം. സോ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കുറച്ച് കളക്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ആക്ച്വലി നമ്മുടെ കാക്ടസിൻ്റെ പല ടൈപ്സാണ്. കാക്ടസ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആണ് ഇതൊക്കെ. ഇത് നമ്മുടെ ലക്കി ബാമ്പു ആണ്. പല സൈസുള്ള ലക്കി ബാമ്പൂസ് ഉണ്ട്. ഈ കലാഞ്ചു എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. പിന്നെ നമുക്ക് ഇവിടെ വേറെ കുറേ പ്ലാന്റ്സ് ഉണ്ട്. ഈ പ്ലാന്റ്സിന്റെ നാം റബ്ബർ പ്ലാന്റ്. ഇത് നമ്മുടെ ലക്കി ബാമ്പൂന്റെ വേറൊരു ടൈപ്പാണ്. ലോങ് സൈസ് ആണ് ബിഗ് വൺ. ഇത് നമ്മൾക്ക് നമ്മുടെ ബോട്ടിൽസിലൊക്കെ ഇട്ട് വെച്ച് ഈ ഫ്ലവർ വീസ് ഒക്കെ ആക്കാനൊക്കെ നല്ലൊരു ഇതാണ്. സ്നേക്ക് പ്ലാന്റ്സ് ये वाला जो है ये लिली है, पीस लिली पीस लिली ആണ് ഇത്. इसको बोलता है पीस लिली. वो बिगर साइज है. ഓക്കേ, ഇത് ചെറിയ സൈസ് ആണ്. കുഞ്ഞു പോട്ടാണ് ഇതിന്. എല്ലാം അവർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു. ദൂരെയാണ്. ഇവിടെ റെഡും ലൈറ്റ് പിങ്കും ആണുള്ളത്. വൈറ്റ് ഇപ്പം സ്റ്റോക്ക് ഇല്ലെന്ന് പറഞ്ഞു. ഇത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ് ആണ്. ഇതിന്റെ പേരാണ് മർജീനട്ട എന്നാണ് ഇതിന്റെ പേര്. ഇത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ആണ്. ഇതിന്റെ പേരാണ് സീസി പ്ലാന്റ്. ഇത് ആക്ച്വലി നമുക്ക് മാസത്തിൽ 2 പ്രാവശ്യം മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. 15 days വൺസ് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. വളരെ കുറച്ച് വെള്ളം ഇടേണ്ട ഒരു പ്ലാന്റ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമ്മുടെ മണി പ്ലാന്റ് ആണ്. വളരെ എളുപ്പമായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ്. വീട്ടിൽ ഇഷ്ടം പോലെ ഞാൻ ആക്ച്വലി ബോട്ടിൽസിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു ഹാങ്ങിങ് ആണ്. ഇതിൻ്റെ പേരാണ് സ്പിറാഗ്രാസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതും നല്ലൊരു പ്ലാന്റ് ആണ്. നമുക്ക് ഡെക്കർ പോലെ ഒക്കെ നമുക്ക് വീട്ടിനകത്ത് തൂക്കിയിടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് ചെമഡോറ പ്ലാന്റ് ആണ്. ചെമഡോറ പാം. ഇത് ആക്ച്വലി എൻ്റെ വീട്ടിലുണ്ട്. നല്ലൊരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിൻ്റെ പേരാണ് അരിക്ക പാം. ചെമഡോറയുടെ വേറൊരു ടൈപ്പാണിത്. ഇത് ആക്ച്വലി വീട്ടിലുണ്ട്. നല്ലൊരു പ്ലാന്റ് ആണ്. മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ മണി പ്ലാന്റ് ആണ്. 2 ഡിഫറെൻറ്റ് ടൈപ്പാണ് മണി പ്ലാന്റ്. ഇതിൻ്റെ ഇലയിലാണ് ഇതിൻ്റെ വ്യത്യാസമുള്ളത്. ഇത് നമ്മുടെ ബോൺസായി പ്ലാന്റ് ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്.
പുറത്ത് പോയി നഴ്സറിയിൽ നിന്ന് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഇന്ന് എൻ്റെ വീട്ടിലെ ഇൻഡോർ കുറച്ച് കളക്ഷൻസ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നു. ആൻഡ് അത് മാത്രമല്ല അത് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്നതോടെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് പോയി എന്തൊക്കെയാണ് പോയി കാണാം. ചെമഡൂറ പ്ലാന്റ് ആണ് ഇത്. കുറേ നാളായി എൻ്റെ കയ്യിലിരിക്കുന്നത്. നല്ലൊരു പ്ലാന്റ് ആണ്, ഭയങ്കര എൻ്റെ ഫേവററ്റ് ആണ് ഇത്. ഇത് മൈ ഫേവററ്റ് പ്ലാന്റ് ആണ്. ഇത് 2018 മുതൽ എൻ്റെ കയ്യിലുണ്ട്. ആക്ച്വലി ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യേണ്ടതാണ് ഇത് എന്താണ് ഇതിൻ്റെ പേരെന്ന്. മൈ ഫേവററ്റ് ആണ്. ഇത് ആക്ച്വലി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് ആക്ച്വലി ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ചേമ്പല നിങ്ങളുടെ അമ്മ ഇതിനോട് പറഞ്ഞത്. നല്ലൊരു പ്ലാന്റ് ആണ് ഇത്. ഫെബ്രുവരിയിൽ ഞാനിവിടെ നട്ടതാണ്. നന്നായിട്ട് വലുതായിട്ട് വരുന്നുണ്ട് ആക്ച്വലി. ഈ പ്ലാന്റിന്റെ പേരാണ് സിസി പ്ലാന്റ്. ഇത് ഞാനിപ്പം നഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നൊരു പ്ലാന്റ് ആണ്. ഇത് ആക്ച്വലി മാസത്തിൽ 2 തവണ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. 15 days once മാത്രം വെള്ളം ഒഴിച്ചാൽ മതി ഈ പ്ലാന്റ്. നല്ലൊരു പ്ലാന്റ് ആണ് ഇത്. ഇത് ആക്ച്വലി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഈ പ്ലാന്റ്. ഇത് ആക്ച്വലി ലക്കി ബാമ്പു ആണ്. ഞാനിപ്പോൾ ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നൊരു പ്ലാന്റ് ആണ്. ഇത് നമ്മൾ വെള്ളം ഇതിനടിയിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. വെള്ളം ആഴ്ചയിലൊരിക്കൽ വെള്ളം അല്ലെങ്കിൽ 10 ദിവസത്തിലൊരിക്കൽ വെള്ളം മാറ്റി കൊടുത്താൽ മതി. ആക്ച്വലി എൻ്റെ മണി പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ആണ്. അപ്പോൾ ഇത് ഞാൻ ഓരോ ബോട്ടിൽസിലാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ജനുവരി നാട്ടിൽ പോയപ്പോൾ ഞാൻ കൊണ്ടുവന്നതാണ് ഇതെല്ലാം. അതായത് ആക്ച്വലി ആഴ്ചയിലൊരിക്കൽ നമ്മൾ വെള്ളം മാറ്റി കൊടുത്താൽ മതി. ഇങ്ങനെ ഇതൊരു ഫിഷ് ബൗളിൽ ഞാൻ ഇട്ടിരിക്കുകയാണ്. ഇതിനകത്ത് ആക്ച്വലി കുഞ്ഞു കുഞ്ഞ് ബേബി മണി പ്ലാന്റ്സ് വന്നിരിക്കുകയാണ്. നല്ല ഭംഗിയാണ്. മണി പ്ലാന്റ്സ് ആക്ച്വലി നമുക്ക് എളുപ്പം വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ആർക്കും വളർത്താൻ പറ്റും. ഇത് നല്ലപോലെ വളരുകയും ചെയ്യും. ആക്ച്വലി നല്ലൊരു ഡെക്കറാണ്. മണി പ്ലാന്റ് വെക്കാൻ പറ്റുന്നൊരു നല്ല ഡെക്കറാണ് ഇത്. ഒരു വുഡും കൊണ്ടുള്ള ഒരു നല്ലൊരു DIY വർക്കാണ് ഇത്. ആക്ച്വലി ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണിത്. നല്ലൊരു സാധനമാണിത്. ഇതിൻ്റെ പേരാണ് അരിക്കാപ്പാം. ഇത് നമ്മൾ ആ ന്യൂസിൽ കണ്ടതാണ്. ഇത് ആക്ച്വലി നല്ലൊരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ളൊരു ഇൻഡോർ പ്ലാന്റ് ആണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും വീട്ടിൽ ഒരു പ്ലാന്റ് വളർത്തണം. നമ്മൾ പ്ലാന്റ്സ് വളർത്തുമ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ നമുക്ക് അതൊരു ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്. എസ്പെഷ്യലി ഫ്ലാറ്റ്സിലുള്ളവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. ഇങ്ങനെ ഇൻഡോറും ചെറിയ കുഞ്ഞു കുഞ്ഞു ബാൽക്കണീസിലൊക്കെ ഇങ്ങനെ ചെറിയൊരു പ്ലാന്റ്സ് ഒക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യാനേ ഒരു ഓപ്ഷനുള്ളൂ. സോ ഒരു പ്ലാന്റ് വീട്ടിൽ വെച്ചാൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ വരും. സോ നിങ്ങളെല്ലാവരും വീട്ടിൽ പ്ലാന്റ്സ് ഒക്കെ വെക്കണം. ഗോ ഗ്രീൻ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ബെല്ലൈക്കൺ കാണും. അത് ക്ലിക്ക് ചെയ്താൽ എൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. താങ്ക് യു. ബൈ.